എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം 7-ാം യൂണിറ്റ് പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ ഒരു ചിത്രകഥ തന്നിട്ടുണ്ട്, വായിച്ചാലോ? പശു മേഘത്തോട് പറയുകയാണ്, തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. മേഘം എന്താ പറഞ്ഞത്? ഓ പിന്നെ പെയ്യാം. അടുത്ത് നോക്കൂ, തവള മേഘത്തോട് എന്തോ പറയുകയാണ് അല്ലേ? എന്താ പറഞ്ഞത്? മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാം. മുത്തശ്ശി മേഘത്തോട് എന്താണ് പറയുന്നത്? ചൂട് എടുത്തിട്ട് വയ്യ, മേഘമേ വേഗം മഴ കൊണ്ടുവാ. മേഘം എന്താ പറഞ്ഞത്? ഓ പിന്നെ പെയ്യാം. കൊക്ക് മേഘത്തോട് എന്താ പറയുന്നത്? എങ്ങും തുള്ളി വെള്ളമില്ല, മേഘമേ മഴയെ കൊണ്ടുവാ. മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാം. അടുത്ത് നോക്കൂ, നെല്ല് എന്താ മേഘത്തോട് പറഞ്ഞത്? ഒന്ന് വേഗം പെയ്യ്, ഞങ്ങൾ ഉണങ്ങിപ്പോവുന്നേ. മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാം. പുഴ എന്താ മേഘത്തോട് പറഞ്ഞത്? ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു, മഴ എവിടെ മേഘമേ? മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാം. നോക്കൂ, കുറേ കുട്ടികൾ വടികളുമായിട്ട് നിന്ന് ദേഷ്യത്തിൽ മേഘത്തോട് എന്തോ പറയുകയാണല്ലേ? എന്താ പറഞ്ഞത്? പെയ്യുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ മേഘം എന്താ പറഞ്ഞത്? ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാം. നോക്കൂ മക്കളെ, മേഘം മഴ കൊണ്ടുവന്നു. കുട്ടികൾ സന്തോഷത്തോടെ പാടുകയാണ്, തക തക തൈ തക മഴ വന്നേ. ജീവികളും പാടുകയാണ്, തക തക തൈ തക മഴ വന്നേ. ഇവിടെ ഒരു പാട്ടുണ്ട്, മഴക്കാലം. ഈ മഴക്കാലം എന്ന പാട്ടിൽ കുറച്ച് വരികൾ തന്നിട്ടില്ല, അപ്പോൾ വരികൾ നമ്മൾ കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർത്ത് നമുക്ക് പാടാം. പാടിയാലോ? തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. മലയും കാടും കുളവും കിണറും പുഴയും പുഴയുടെ ഒഴുക്കും ഒഴുക്കിൻ താളവും ഈ മഴ നനയുന്നു. അടുത്ത പ്രവർത്തനം കണ്ടെത്താം, എഴുതാം. അടുത്ത ചോദ്യം എന്താ? ജലം എവിടെയെല്ലാം? ജലം എവിടെയെല്ലാമാണ് കാണുന്നത്? തോട്, പുഴ, കിണർ, കുളം, കടൽ, കായൽ, കനാൽ. ഇവിടെയെല്ലാം നമുക്ക് ജലത്തെ കാണാൻ സാധിക്കും. അടുത്ത പ്രവർത്തനം ജലം എന്തിനെല്ലാം? ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതിയാലോ? കുടിക്കാൻ, കുളിക്കാൻ, തുണി അലക്കാൻ, ജീവികൾക്ക് കുടിക്കാൻ, പാചകം ചെയ്യാൻ, ചെടികൾക്ക് നനയ്ക്കാൻ, കൃഷി ചെയ്യാൻ, കറണ്ടുണ്ടാക്കാൻ. അടുത്ത പ്രവർത്തനം ആമയെ നിർമ്മിക്കാം. പേപ്പറിൽ ഇതേപോലെ വട്ടം വരച്ച് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ച് ഇഷ്ടമുള്ള നിറം നൽകുക. മൂന്നാം ഘട്ടം, ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക. മുറിച്ച വശം മറ്റേ വശത്തിന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക. അടുത്ത പ്രവർത്തനം മഴ പെയ്യിക്കാം. പരീക്ഷണം. ഉറുമ്പെന്താ പറയുന്നത്? പെയ്താലും കുറ്റം, പെയ്തില്ലെങ്കിലും കുറ്റം. ചെയ്തതും കണ്ടതും. പരീക്ഷണം ചെയ്തതും കണ്ടതുമാണ് ഇവിടെ എഴുതേണ്ടത്. മഴവീറ്റി ഉണ്ടാക്കി മഴ പെയ്യിച്ചാലോ? അല്പം വിസ്താരമുള്ള ഒരു പ്ലാസ്റ്റിക് ടിൻ എടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് നിറയെ ദോരമിടുക. കമ്പി ചൂടാക്കി ദോരമിടാം. അമ്മയുടെ സഹായത്തോടെ ചെയ്യണേ. ഇനി ചെയ്യേണ്ടത് മണ്ണുകൊണ്ട് ഒരു ചെറിയ കുന്നുണ്ടാക്കണം. ഇടയ്ക്കിടെ ചെറു പുല്ലുകളും നട്ടുവയ്ക്കാം. മഴവീറ്റിയിൽ വെള്ളം നിറച്ച് മഴ പെയ്യിക്കൂ. കുറേ ദിവസം കഴിയുമ്പോൾ പുല്ലെല്ലാം കിളിർത്ത് വരുന്നത് കാണാം. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.